മുൻപിലെ ടേബിളിലായി അലങ്കരിച്ച് വെച്ചിരുന്ന ഹാപ്പി ആനിവേഴ്സറി പാർവതി ആൻഡ് കാശി എന്നെഴുതിയ കേക്ക് രണ്ടുപേരും ഒരുമിച്ച് മുറിച്ചു. പരസ്പരം കൈമാറി. മനുവിനോട് കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച ശേഷം കാശി പാർവതിയുമായി നേരെ തിരിച്ചത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഹോസ്പിറ്റൽ അടുക്കും തോറും കോ ഡ്രൈവർ സീറ്റിലിരുന്ന പാർവതി കാശിയുടെ കയ്യിൽ ഭയത്തോടെ അമർത്തി. എന്താടാ? എനിക്ക് പേടിയാവുന്നു. എന്തിന്? ഇവിടെ ആളുകൾ കണ്ടാൽ നമുക്ക് പോവാം. പ്ലീസ്. എല്ലാവരും എന്ത് വിചാരിക്കും? അവരല്ലല്ലോ നിനക്ക് ചെലവിന് തരുന്നേ. കൊഞ്ചാതെ ഇറങ്ങ് പെണ്ണേ. കാശിയേട്ടാ, അത് ഇറങ്ങ്. നന്ദൻ കാണും അകത്ത്. ചെല്ല്. ചെറിയൊരു കേക്ക് കട്ടിംഗ് ഉണ്ട്. ഇനിയുമോ? പിന്നെ അല്ലാതെ MDയുടെ വിവാഹ വാർഷികം ആഘോഷിക്കണ്ടേ? വേണ്ട. നന്ദനാണ് വാശി. നീ ഇപ്പോൾ ചെല്ല്. ഞാൻ വണ്ടി പാർക്കാക്കിയിട്ട് വരാം. ആ. പാർവതി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങുന്നത് കാശി നോക്കി നിന്നു. അവളെ നോക്കി ചെറുതായി ഒന്ന് സൈറ്റടിച്ച ശേഷം കാശി കാർ പാർക്കിങ്ങിലേക്ക് പോയി. നന്ദൻ്റെ മുറിയിലേക്ക് നടക്കുകയായിരുന്ന പാർവതി പെട്ടെന്നാണ് ഓപ്പോസിറ്റ് വരുന്ന റോസിയെ കണ്ടത്. തല കുനിച്ച് പാർവതി മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് റോസി അവളെ വിളിച്ചത്. പാർവതി. മാഡം, ഒന്ന് നിൽക്ക്. പാർവതിയെ റോസി അടിമുടി നോക്കുകയായിരുന്നു. കഴുത്തിലെ താലിയും പുതിയ വസ്ത്രങ്ങളും. ഇത്രയും വില കൂടിയ വസ്ത്രങ്ങളിൽ അവളെ കണ്ടിട്ടില്ലായിരുന്നു ആരും. ഇവളുടെ കല്യാണം കഴിഞ്ഞോ? പാർവതിയുടെ നെറുകയിലെ സിന്ദൂരത്തെ നോക്കി റോസി മനസ്സിൽ പറഞ്ഞു. ഡി. മാഡം, എന്താ ഇന്ന് ഇങ്ങനൊരു വേഷം? അത് ഡ്യൂട്ടി ഇല്ലേ ഇന്ന്? ഇല്ല. ഞാൻ പോട്ടെ മാഡം. നിനക്ക് പോവാൻ എന്താ ഇത്ര ധൃതി? നിന്റെ വിവാഹം കഴിഞ്ഞോ? അത് ഏത്? എന്തൊക്കെയാ ഞാൻ ഈ കാണണേ? ആരെയാ വളച്ചേ? അല്ലാണ്ട് ഇങ്ങനെയൊരു താലി നിന്റെ കഴുത്തിൽ വീഴില്ലല്ലോ. മാഡം, അത് ഞാൻ പിന്നെ കൊള്ളാം. അങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് പോയി കിട്ടുമല്ലോ. ആട്ടെ, ആരെയാ കല്യാണം കഴിച്ചേ? വല്ല കിളവന്മാരെ ആയിരിക്കും അല്ലേ? അല്ലാതെ ആരാവാനാ? ഓരോരുത്തന്മാർക്കും വയസ്സാങ്കാലത്തല്ലേ ഇളക്കം വരുന്നത്. എങ്ങനെ ഉണ്ടാവാതിരിക്കും? നീയൊക്കെ എങ്ങനെ കറക്കിയെടുക്കാൻ നടക്കുകയല്ലേ? നീ ഇവിടുന്ന് റിസൈൻ ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? ഞാൻ പൊക്കോട്ടെ. ചെല്ല് ചെല്ല്. ഇനിയെങ്കിലും കാശിയേട്ടനുമായി എനിക്ക് സ്നേഹിച്ച് നടക്കാമല്ലോ ഇവിടെ. പാർവതിയെ നോക്കിയൊന്ന് പുച്ഛിച്ച ശേഷം റോസി മുറിയിലേക്ക് നടന്നു. പാർവതി നേരെ ചെന്നത് നന്ദൻ്റെ ക്യാബിനിലേക്കായിരുന്നു. നന്ദേട്ടാ. ഡോർ പകുതി തുറന്ന് പാർവതി വിളിച്ചു. ആ വാ. പാർവതിയെ കണ്ടതും നന്ദൻ പാർവതിയെ അകത്തേക്ക് വിളിച്ചു. വാ ഇരിക്ക്. കാശി എവിടെ? പാർക്കിങ്ങിലേക്ക് പോയിരിക്കുന്നു. ഇതാരാ ഞാൻ കാണുന്നത്? സുന്ദരിയായിട്ടുണ്ട്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ നീ ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടി ആവുന്നത്? കാശി കൂടെ വരട്ടെ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ളതാ. നന്ദേട്ടാ, അത് വേണോ? പിന്നെ വേണ്ടേ? നിന്നെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ട് നടന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നില്ലേ ഇവിടെ? അവരൊക്കെ അറിയട്ടെ ആരുമില്ലാത്തവളല്ല നീയെന്ന്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ റോസി ഡോക്ടർ കണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു വേറെ കല്യാണം കഴിച്ചോ എന്നൊക്കെ. ആണോ? അതെന്തായാലും പൊളിച്ചു. അവൾ അറിഞ്ഞു കാണത്തില്ല കാശി നിന്റെ ഭർത്താവാണെന്ന്. അവൾക്കിട്ട് ഒരു പണി കൊടുക്കാം. നീ ഇവിടെ ഇരിക്കെ. ഞാൻ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരട്ടെ. വേണ്ട, ഒന്ന് പോ പെണ്ണേ. പാർവതിയെ അവിടെ ഇരുത്തിയ ശേഷം നന്ദൻ പുറത്തേക്ക് പോയി. പാർവതി അവിടെ തന്നെ ഇരുന്നു. പുറത്തേക്കിറങ്ങി എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ഒരു മടി അവൾക്കുണ്ടായിരുന്നു. എന്തോ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആരുടെയോ കൈ അവളുടെ ചുമലിൽ അമർന്നത്. ആ, എന്തിനാണ് പേടിക്കുന്നത്? ഞാനാ. കാശിയേട്ടനായിരുന്നു. ഞാൻ പേടിച്ചുപോയി. പേടിക്കും. നന്ദൻ എവിടെ? എല്ലാവരെയും വിളിക്കാൻ പോയി. നീ എന്തിനാ ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുന്നേ? കാശിയേട്ടാ, എനിക്ക് പേടിയാവുന്നു. എന്താടാ കാര്യം? പറ. റോസിയെ കണ്ടപ്പോഴുള്ള കാര്യങ്ങളെല്ലാം പാർവതി കാശിയോട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. നന്ദൻ ഇപ്പോൾ ഒരു പണി കൊടുക്കാൻ പോയിട്ടില്ലേ? ബാക്കി ഞാൻ കൊടുത്തോളാം. ഏട്ടാ, വേണ്ടാന്നേ. അച്ചോടാ, എൻ്റെ പാറുവമ്മ ഇങ്ങ് വന്നേ. ചേട്ടൻ ചോദിക്കട്ടെ. എന്ത്? ഏയ്, എന്താ? കാശി പാർവതിയെ ചേർത്ത് പിടിച്ചു അവളുടെ ചുണ്ടിലേക്ക് മുഖമടുപ്പിച്ചത് പെട്ടെന്നായിരുന്നു. പാറു. പാർവതിയെ തിരഞ്ഞു വന്ന രാധു അവരെ രണ്ടുപേരെയുമാണ് കാണുന്നത്. അയ്യോ! അവരെ രണ്ടുപേരെയും കണ്ടതും രാധു പെട്ടെന്ന് തിരിഞ്ഞു നിന്നു കണ്ണുപൊത്തി. ഇത് കണ്ടതും പെട്ടെന്ന് പാർവതി കാശിയിൽ നിന്നും അകന്നു മാറി. എന്താ? ഒന്നുമില്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്, ഞാൻ പിന്നെ വരാം. ഏയ് രാധിക. സാർ. പിന്നിൽ നിന്ന് കാശി വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ രാധു വിളി കേട്ടു. അകത്തേക്ക് വാ. ഇവിടെ ഒന്നുമില്ല. പ്ലീസ് കമിൻ.
രാധു തിരിഞ്ഞ് അവരെ രണ്ടുപേരെയും നോക്കി. അവളെ അടുത്തേക്ക് വിളിച്ചു. എന്താടി ഞാനിവിടെ കണ്ടത്? ഇതാണോ നീ പറഞ്ഞത് എനിക്ക് ഇയാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന്? പാർവതിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ രാധു പാർവതിയോട് ചോദിച്ചു. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സാർ. നന്ദേട്ടൻ നിങ്ങൾ രണ്ടുപേരെയും ഫംഗ്ഷൻ ഹാളിലേക്ക് വിളിക്കുന്നു. അത് പറയാൻ വന്നതാ. ആണോ? വാ. ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ. നീ വന്നേ പറ്റൂ പാറു. പക്ഷേ ഇപ്പം വരണ്ട, ഞാൻ പിന്നെ ആളെ വിടാം, അപ്പോൾ വന്നാൽ മതി. രാധുവുമായി കാശി ഹാളിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ആശുപത്രിയിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. കാശിയെ കണ്ടതും എല്ലാവരും ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ എല്ലാവരെയും എന്തിനാണ് വിളിച്ചതെന്നറിയോ? നന്ദൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. കാശി സാറിൻ്റെ ബർത്ത്ഡേ ആണോ? റോസി ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഏയ് നോ, നെവർ. ആണ് സാർ, ഞാൻ വിചാരിച്ചു സാറിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ബൈ ദ വേ, എന്നാണ് സാറിൻ്റെ ബർത്ത്ഡേ? മാർച്ച് 29. ഓ, ഇനിയുമുണ്ടല്ലോ 2 മാസം. അതെ റോസ്, അവിടെ ബാക്കി പറയട്ടെ. റോസി കാശിയെ നോക്കി പുഞ്ചിരിച്ച ശേഷം കസേരയിലിരുന്നു. ഓക്കെ ഗൈസ്, ഞാൻ തന്നെ പറയാം. നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചതിന് ഒരു കാരണമുണ്ട്. എന്താണ് സാർ? പറയാം. ഇന്നെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഇന്നെൻ്റെ. അപ്പോഴാണ് രാധു നന്ദൻ പറഞ്ഞതനുസരിച്ച് പാർവതിയെയും കൂട്ടി അങ്ങോട്ട് വന്നത്. ഹേ യു! പാർവതിയെ കണ്ടപ്പോൾ റോസ് എഴുന്നേറ്റ് നിന്നു. നിന്നോട് ആരാണ് ഇവിടെ വരാൻ പറഞ്ഞത്? ഇവിടുത്തെ സ്റ്റാഫൊക്കെ തന്നെ. അത് ഇന്നലത്തോടെ കഴിഞ്ഞു. പിന്നെ ഇവിടെ വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. അതിനിടയ്ക്ക് നീ കയറി ഇങ്ങോട്ട് പോയി ബാക്കിലിരിക്കെ. റോസിയെ നോക്കി നന്ദൻ അലറി. ഇവൾക്കൊക്കെ അവിടെയാ സാർ ഈ സ്ഥലം പറഞ്ഞിരിക്കുന്നത്. റോസി മതി. റോസിയെ നോക്കി കാശി അങ്ങനെ പറഞ്ഞതും അവൾ തിരികെ കസേരയിലേക്കിരുന്നു. പാർവതിയും രാധുവും കൂടെ ബാക്കിലെ സീറ്റിലായിരുന്നു. ഓക്കെ ഗൈസ്, ഇനി പറയാം. ഇന്നെൻ്റെ 9ാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ്. വാട്ട്? സാറിൻ്റെ വിവാഹം കഴിഞ്ഞതാണോ? യെസ്. ആരും പറഞ്ഞില്ല. താൻ ചോദിക്കണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റൂ. ഓ നോ. എന്ത് പറ്റി റോസി? എനിത്തിങ് പ്രോബ്ലം? നോ സാർ. കയ്യിലുണ്ടായിരുന്ന തൂവാല കൊണ്ട് റോസി നെറ്റിയിലുണ്ടായിരുന്ന വിയർപ്പൊപ്പിയ ശേഷം വീണ്ടും കസേരയിലേക്കിരുന്നു. ഓക്കെ, അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. പെട്ടെന്നാണ് നന്ദൻ അവിടെയുണ്ടായിരുന്ന കേക്ക് തുറന്നത്. എല്ലാ ഡോക്ടേഴ്സും വരൂ. കാശിയും നന്ദനും പറഞ്ഞതും റോസിയും അങ്ങോട്ട് വന്നു. സാറ് മാത്രം പോരല്ലോ, വൈഫും കൂടെ വേണ്ടേ? കൂട്ടത്തിൽ ജൂനിയർ ഡോക്ടറായ ജോസഫ് പറഞ്ഞു. യെസ്, ഉറപ്പായും വേണം ഡോക്ടർ ജോസഫ്. ആൾ ഇവിടെ തന്നെയുണ്ട്. ആര്? അതൊക്കെ കാണാം റോസി. ആളുകൾ ഇരിക്കുന്ന അടുത്തേക്ക് കാശി നടന്ന് അവൻ്റെ നടത്തം ചെന്ന് അവസാനിച്ചത് അവസാന റോയിലിരിക്കുന്ന പാർവതിയുടെ അടുത്താണ്. കാശി അവിടെയായി എത്തി അവിടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. വാട്ട്? എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താ റോസി, എന്തെങ്കിലും പ്രോബ്ലം? സാർ, ഇവളാണ് സാറിൻ്റെ ഭാര്യ. ഈ സെർവൻറ്റ്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വേലക്കാരി. ഷട്ടപ്പ് റോസി, MDയുടെ ഭാര്യയാണിവൾ. നീ ഇവിടെ വെറും ജോലി ചെയ്യുന്ന സ്റ്റാഫ് മാത്രമാണ്. അതുകൊണ്ട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കേ. എന്താണ് സാർ ഇവിടെ നടക്കുന്നത്? സാറിൻ്റെ ഭാര്യയോ? അതും 9ാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി. അതൊക്കെ പറയാം, നീ ആദ്യം മാറി നിൽക്ക്. അവൾ കേക്ക് മുറിക്കട്ടെ. നന്ദൻ പറഞ്ഞതും കാശിയും പാർവതിയും മുന്നോട്ട് വന്നു. കേക്ക് മുറിച്ചു. ഹാപ്പി ആനിവേഴ്സറി കാശിനാഥൻ ആൻഡ് പാർവതി എഴുതിയ കേക്ക് അവർ പരസ്പരം പങ്കുവച്ചു. റോസി ഒഴിച്ച് ബാക്കി സ്റ്റാഫുകളൊന്നും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ പോയില്ല. വൈകുന്നേരം പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. റോസി വരുന്നില്ലെങ്കിൽ പോലും എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് അവളും പാർട്ടിയിൽ വന്നിരുന്നു. ആളുകൾ അവർക്കായി വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവർക്കടുത്തേക്ക് മറ്റൊരാൾ വന്നത്. തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന ആളെ പാർവതി മനസ്സിലാക്കിയിരുന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ ഒറ്റ നോട്ടത്തിൽ തന്നെ പാർവതിക്ക് മനസ്സിലായി. കാശിയുടെ ഭാവം അറിയാൻ വേണ്ടി അവളപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പ്രത്യേകിച്ചൊരു മാറ്റവും അവൾക്ക് അവനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഹേയ് കാശി, ഹൗ ആർ യു? ആഫ്റ്റർ ലോങ് ടൈം. ലക്ഷ്മി കാശിക്ക് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് വിഷ് ചെയ്തു. പാർവതിയുടെ മുഖത്ത് നിന്നും തന്നെ കാശിക്ക് മനസ്സിലായിരുന്നു അവൾക്കിത് ഒട്ടും ഇഷ്ടമാകുന്നില്ലെന്ന്. പക്ഷേ തനിക്ക് നേരെ വന്ന് ഷേക്ക് ഹാൻഡ് സ്വീകരിക്കാതെ പറ്റില്ലായിരുന്നു അവനപ്പോൾ. ഹേയ് ലക്ഷ്മി, ഫൈൻ. താൻ എപ്പോൾ വന്നു? കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട്. വെറുതെ വന്നതാണോ? ഏയ് നോ, പപ്പ ഇപ്പോൾ കാനഡയിലാണ്. അവിടുത്തെ ബിസിനസ്സൊക്കെ നോക്കിയിട്ട്. അങ്ങനെ എന്നോട് പറഞ്ഞ് ഇവിടുത്തെ ബിസിനസ് നോക്കി നടത്താൻ. ബട്ട്
കാശി, നിനക്കറിയാലോ ഇതിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. മെഡിക്കൽ ഫീൽഡിലായിരുന്നല്ലോ നിനക്കിഷ്ടം. നല്ലൊരു ഡോക്ടറല്ലേ ഇപ്പോൾ. എന്താ വെറുതെ നിൽക്കുവാണോ? യെസ്, ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ഓ ഐ സി, സോറി. ഓ, തന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് എൻ്റെ ഭാര്യ ശ്രീ പാർവതി കാശിനാഥൻ. എനിക്കറിയാലോ, എൻ്റെ സ്ഥാനം തട്ടിയെടുത്ത ആള് അല്ലേ? വല്ലാത്തൊരു നോട്ടത്തോടെയാണ് ലക്ഷ്മി പാർവതിയെ നോക്കി അങ്ങനെ പറഞ്ഞത്. ഹേയ്, ജസ്റ്റ് കിഡിങ് യാ, ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് വിചാരിച്ച് താൻ പേടിക്കണ്ട കേട്ടോ. അവൾ അങ്ങനെയൊന്നും പേടിക്കില്ല. കാശിനാഥൻ്റെ പെണ്ണാണ്. ഇപ്പം തന്നെ നോക്ക്, താൻ വീട്ടിൽ വന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും അവളെന്നെ സംശയിച്ചില്ലല്ലോ. കാശി അങ്ങനെ പറയുമെന്ന് ലക്ഷ്മിയും വിചാരിച്ചിരുന്നില്ല. ഓ സോറി, ഞാൻ തന്നെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് എത്രയും പെട്ടെന്ന് കാശിയോട് പറഞ്ഞോ? അവൾ പറഞ്ഞതൊന്നുമല്ല, ഞാൻ നടന്നതെല്ലാം അറിഞ്ഞു. ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞതാണ് ലക്ഷ്മി ഇങ്ങനെ കോമഡി പറയുമെന്ന്. അല്ലേ പാർവതി? കാശി, എന്നാ ഞാൻ പോട്ടെ. ഏയ്, ഫുഡ് കഴിക്കാതെ പോവല്ലേ? ഓ നോ, ഐ ആം ഓൾറെഡി ലേറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് യാ. കാശിയെ കെട്ടിപ്പിടിച്ച ശേഷം ലക്ഷ്മി തിരിച്ചു നടന്നു. അവൾ പോയെങ്കിൽ പോലും പാർവതിയുടെ കണ്ണുകൾ അവരിൽ തന്നെയായിരുന്നു. കാശി വിളിച്ചപ്പോഴാണ് പാർവതി അവളിൽ നിന്നും ദൃഷ്ടി മാറ്റിയത്. ഈ സമയം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന അവൾ കാശിയെയും പാർവതിയെയും തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വിട്ടു തരില്ല ഞാൻ അവനെ നിനക്ക്. നോക്കിക്കോ, നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു പുച്ഛച്ചിരിയോടെ കാർ സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് അവൾ കുതിച്ചു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിരുന്ന പാർവതി കാശി പറഞ്ഞതനുസരിച്ച് ബംഗ്ലാവിലേക്ക് താമസം മാറ്റിയിരുന്നു. കാശിയുടെ കൂടെ രാത്രി മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ കുളിച്ചു വന്ന് മുടി കോതുകയായിരുന്നു അവൾ. ഇതേസമയം മറ്റൊരിടത്ത് കൂട്ടുകാരോടുമൊത്ത് കളിക്കുകയായിരുന്ന കണ്ണൻ അവരെ യാത്രയാക്കി വീടിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് പുറത്ത് ഗേറ്റിനടുത്ത് ഒരു കാർ കിടക്കുന്നത് കണ്ടത്. ഉണ്ടായിരുന്ന ആൾ ഒരു ടോയ് എടുത്ത് അവനെ കാണിച്ചു കൊടുത്ത് പുറത്തേക്ക് വിളിച്ചു. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്. കണ്ണൻ കാറിനടുത്തേക്ക് നടന്നു. കാറിനടുത്ത് എത്തിയപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന ടോയ് കണ്ണന് നൽകിയത്. സന്തോഷത്തോടെ അവൻ അത് സ്വീകരിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് മഫ്ലർ കൊണ്ട് മുഖം മറച്ചിരുന്ന ആൾ കണ്ണനെ പൊക്കിയെടുത്ത് കാറിലേക്കിട്ടത്. ആ കാർ അതിവേഗം കുതിച്ചു പാഞ്ഞു. ഈ സമയം കാശി പാർവതിയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ തോളിലായി ഏറ്റ ചുംബനത്തിൻ്റെ തണുപ്പിൽ അവൾ കുതിർന്നിരുന്നു. ഏട്ടാ, വിട്. അങ്ങനെ വിടുന്നില്ല. അയ്യടാ, പ്ലീസ്. ഒരു പ്ലീസുമില്ല. മാറി നിൽക്ക്, ഞാൻ പോയി കണ്ണനെ വിളിക്കട്ടെ. അവൻ ഇവിടെയില്ലേ, നീ ഇവിടെ ഇരിക്കെ, എവിടെയും പോകണ്ട. എല്ലാം കഴിഞ്ഞതിൽ പിന്നെ ഞാൻ അവനെ കണ്ടതേയില്ല. ഞാൻ അങ്ങോട്ട് പോവാ. അയ്യടാ, നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? കാശി ഒന്നുകൂടെ പാർവതിയെ ഇറുക്കി പുണർന്നു. നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളെ തന്നിലേക്ക് നേരെ തിരിച്ചു നിർത്തി. ആ ചുണ്ടിലെ തെൻ നുകരാൻ അവൻ അതിയായി ആഗ്രഹിച്ചു. പെട്ടെന്നാണ് ഡോറിൽ ആരോ കൊട്ടുന്നതായി കേട്ടത്. കാശി അവളിൽ നിന്ന് അകന്നു മാറി. ഇതാരാ കറക്റ്റ് സമയത്ത്? നാശം. ഞാൻ പോയി നോക്കാം. വേണ്ട, മാറ്. കാശിയെ തള്ളി മാറ്റിയ ശേഷം പാർവതി പോയി കതക് തുറന്നു. ആ, മനുവോ, എന്താ കാര്യം? മേഡം, സാർ ഉണ്ട്, വിളിക്കാം. കാശിയേട്ടാ, മനു ആണ്. പാർവതി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കട്ടിലിൽ കിടന്ന കാശി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. സാർ, എന്താ മനു? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ കാര്യം? സാർ, അത് കണ്ണനെ കാണാനില്ല. വാട്ട്? അതെ സാർ. എന്താടാ നീ പറയണേ? മനുവിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചുകൊണ്ട് കാശി ചോദിച്ചു. പാർട്ടിയുടെ സമയം പുറത്തുണ്ടായിരുന്നു. കുറച്ച് പിള്ളേരുടെ കൂടെ കളിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാ ആ കുട്ടികൾ പോയത്. അതുവരെ കളിക്കുകയായിരുന്നു. അനീഷ് കൂടെ ഉണ്ടായിരുന്നു. അവരൊന്ന് കഴിക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോൾ ഡാ, എൻ്റെ മോന്. കാശി, എന്താ അവന് പറ്റിയത്? ഒന്നുമില്ല, നീ ടെൻഷൻ അടിക്കാതെ. മനു, നീ കൂട്ടുകാരെയൊക്കെ വിളിച്ചു നോക്കിയോ? നോക്കി സാർ. ഇത് എന്താ ചെയ്യുക? കാശിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി പോയിരുന്നു. പാർവതിക്ക് കണ്ണിൽ ഇരുട്ട് കയറിയതായി തോന്നി. അവൾ ഒരു താമരത്തണ്ട് പോലെ കാശിയുടെ കയ്യിലേക്ക് തളർന്നു വീണു. ഈ സമയം മറ്റൊരിടത്ത് ഒരു വലിയ കോട്ട തന്നെയായിരുന്നു അത്. ഇരുട്ടുമൂടിയ മുറിയുടെ അകത്തായി ഇട്ടിരുന്ന കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കണ്ണനെ. ഏതോ മയക്കുമരുന്നിൻ്റെ ആലസ്യത്തിൽ മയങ്ങുകയാണ് അവൻ. ഈ സമയം മറ്റൊരു മുറിയിൽ. നീ എന്തായി കാണിച്ചത്? ആ ചെറുക്കിനെ പിടിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? എൻ്റെ റോസി, നീ എന്തറിഞ്ഞിട്ടാ? വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അതിനു വേണ്ടിയാണ് നീ ഇതിന് ഇവിടെ വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്കെന്താ, സങ്കടാണോ? നിൽക്കൊന്നുമില്ല. അവനോട് ദേഷ്യ. ആ പാർവതിയെ എനിക്കിഷ്ടമല്ലാത്ത പോലെ നിനക്ക് ഇഷ്ടമല്ലല്ലോ. എന്തായാലും മോളെ, എൻ്റെ മോളെ റോസി,
നീ നമ്പർ 1 ഉഡായിപ്പാണെന്ന് എനിക്കറിയാം. ഇവനേക്കാളും വലിയ കാശുകാരൻ വരുമ്പോൾ നീ അങ്ങോട്ട് ചായും. എനിക്ക് പേടിയാവുന്നു. നീ കാണിച്ചതുണ്ടല്ലോ. നിനക്കുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ നിനക്ക് കാശിയെ നേടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു. വേണം, ഇതിൻ്റെ ശവം അവളെ കൊണ്ട് ഞാൻ തീറ്റിക്കും. നിനക്കറിയില്ല കാശി ആരാണെന്ന്. കാശി ആരാണെന്ന് എല്ലാവരേക്കാളും എനിക്കറിയാം. എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തതല്ലേ ആ മായ. പൈസയ്ക്ക് വേണ്ടിയായിരുന്നു. അവൾ തന്നെയാ കാശിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെയും എന്നെ അറിയിച്ചത്. എല്ലാ സത്യങ്ങളും പറഞ്ഞു. നീയൊന്ന് പറ, ആ പാർവതിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഡി, നിനക്കറിയില്ലേ, അവൻ ഒരുപാട് ഇഷ്ടം അവളെ. അതൊക്കെ ഒരു കൊച്ചിൻ്റെ പേരിലല്ലേ. അതൊക്കെ ഇപ്പോൾ കഴിയും. എന്നിട്ട് ഈ ലക്ഷ്മിയെ കാശി സ്വീകരിക്കും. അവൻ്റെ ഭാര്യയെ അവൻ വലിച്ചെറിയും. നീയിപ്പോൾ എന്താ പറഞ്ഞു വരണേ? കൊല്ലണം ലക്ഷ്മി. അതെ, ഇവനെ അങ്ങ് തീർക്കണം. ഡി, അത് പേടിയാണോ? അങ്ങനെയല്ല, അതൊരു കൊച്ചു കുഞ്ഞല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള വാശിക്ക് അതിൻ്റെ ജീവൻ വേണോ നിനക്ക്? വേണം, എനിക്ക് വേണം. കാശിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഒന്ന് പറയുന്നത് കേൾക്കടി. നിർത്ത്. റോസിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് കൊള്ളാം. അറിയാലോ, കോളേജിൽ ഉണ്ടായിരുന്ന കാലത്തും നിനക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഗുണം കിട്ടിയിരുന്നത്. എടി നീ എൻ്റെ കൂടെ നിന്ന ഒരു കുഴപ്പവുമില്ല. ഈ കൊച്ചു തീരാൻ പോകുന്ന കാര്യം ആരും അറിയില്ല. പോരെ? നിനക്ക് പറ്റുമോ അതിനെ എടുക്കാൻ? യെസ്. ഡി, കാണണോ നിനക്ക്? വാ. റോസിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ലക്ഷ്മി മുറിയിലേക്ക് ചെന്നു. അവിടെ കസേരയിൽ കെട്ടിയിരുന്ന കണ്ണനെ ഒന്ന് നോക്കിയ ശേഷം ഒരു ഭ്രാന്തിയെപ്പോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പിൻ്റെ കമ്പി ഉപയോഗിച്ച് ആ കുട്ടിയുടെ തലയിൽ ആഞ്ഞടിച്ചു. രക്തം 4 പാടും ചീറ്റിത്തെറിച്ചു. അടുത്തതായി അടിക്കാൻ തുടങ്ങിയെങ്കിലും റോസി ഇടയ്ക്ക് കയറിയിരുന്നു. ഡി, വേണ്ട, മാറ്. എനിക്കിവനെ കൊല്ലണം. നീ മാറി നിൽക്ക്. വേണ്ട, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക്. വേണം, നീ വാ, കൂളാവ്. ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലായിരുന്ന ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് റോസി അടുത്ത മുറിയിലേക്ക് ചെന്നു. ലക്ഷ്മിയെ അവിടെ ഇരുത്തിയ ശേഷം തിരികെ കണ്ണനുണ്ടായിരുന്ന മുറിയിൽ വന്നു. നിമിഷങ്ങൾ കടന്നുപോയി. മുറിയിൽ മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം നുകർന്നുകൊണ്ടിരിക്കുകയായിരുന്ന ലക്ഷ്മി. അപ്പോഴാണ് റോസി അങ്ങോട്ട് വന്നത്. തീർന്നോ? ആ, തീർന്നോ? അതായിരുന്നു എനിക്ക് വേണ്ടത്. അങ്ങനെ ഒരു ശല്യം ഒഴിവായി. ഒറ്റയടിക്ക് തന്നെ തീർന്നോ? അത് കൊച്ചുകുട്ടിയാടി. അതല്ലേ വേഗം തീർന്നത്. നീ ചെക്ക് ചെയ്തു? അതെ. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. അതിനെ അങ്ങ് കൊണ്ടു കളയാം. വാ. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയ ലക്ഷ്മിയെ റോസി തടഞ്ഞു. വേണ്ട, നീ അവിടെ ഇരിക്ക്. ഞാൻ മാനേജ് ചെയ്തോളാം. വേണ്ട, നിനക്ക് ഈ അവസ്ഥയിൽ പറ്റില്ല. ഞാൻ പൊയ്ക്കോളാം. നീ എവിടെ കൊണ്ട് കളയും? ഇവിടെ അടുത്ത് ഒരു കൊക്കയുണ്ട്, അവിടെ. അയ്യോ, ഓക്കെ. യെസ്. ക്രൂരമായ ഒരു ചിരി ചിരിച്ച് അവൾ വീണ്ടും മദ്യക്കുപ്പിയിലേക്ക് തന്നെ തിരിഞ്ഞു. എൻ്റെ ഒരു ശത്രു അടങ്ങിയ സംതൃപ്തിയോടെ. രാത്രി മുഴുവൻ കണ്ണന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു എല്ലാവരും. രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് കാശിയും മനുവും അടുത്ത് തന്നെയുള്ള സൂയിസൈഡ് പോയിന്റിലേക്ക് വന്നത്. അവിടെയായി ആംബുലൻസും പോലീസും ഒക്കെ ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി പകപ്പോടെ എല്ലായിടത്തും നോക്കി. സാർ. അടുത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് കാശി തിരിഞ്ഞു. ഞാൻ വന്ന്. നിങ്ങളോ കാസി? ആമാ, நான் தான் உங்களை கூப்பிட்டது. நேற்று நைட்டு ஒரு கம்ப்ளைண்ட் ரெஜிஸ்டர் பண்ணிடலையா? ஆமாம், என் பிள்ளையோட மிஸ்ஸிங் கேஸு. சாரி காசி, இங்கே இருந்து தம்பியோட சர்ட்டு கிடைச்சாச்சு. பிளட் சைன் இருக்குது. நம்ம இங்கே எல்லாம் தேடிக்கிட்டே இருக்கு. ஆனால் ബോഡി കിടക്കുന്നത് கொஞ்சம் കഷ്ടം. നോ. കേട്ട വാക്കുകളിൽ നിന്ന് കാശി നടുങ്ങിയിരുന്നു.